ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഷേക്ക് കേട്ടോ. ഇനി ഫ്രൂട്ട്സ് വെച്ചിട്ടല്ല, പച്ചക്കറി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എന്ത് പച്ചക്കറി വെച്ചിട്ടാണ്, ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കണമെന്നും ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ അടിപൊളി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മത്തനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-4 തരം മത്തൻ വെച്ചിട്ട് ഷേക്ക് അടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നല്ല കളറുള്ള മത്തനാണ് എടുത്തത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയ മത്തൻ ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടി മത്തനൊക്കെ ഒന്ന് മാറ്റി ഇനി അതിലേക്ക് 2 സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മത്തൻ്റെ ഉള്ളിലേക്കൊക്കെ മധുരം ചേരാനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ 2 സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി അല്ലെങ്കിലും ഏലക്ക ഇതേപോലെ 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആദ്യം ഈ മത്തനൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. അപ്പോൾ ഇതിപ്പോൾ അതിന് മത്തനൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുത്തുക്കണേ. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റിയെടുക്കണം. ചൂടാറിൻ്റെ ശേഷമാണ് നമ്മളത് ഷേക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതിന് ചൂടാറിൻ്റെ ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മധുരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മധുരം കുറച്ച് ചേർത്തുക്കണേ, അതിനനുസരിച്ച് പിന്നെ മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പാൽ വെച്ചിട്ടാണ് ഷേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് കട്ടയില്ലാത്ത പാൽ വെച്ചിട്ടാണ്. നമ്മൾ നല്ല പൊടിയിലെ മത്തനാകുമ്പോൾ നല്ലൊരു തിക്നെസ്സിന് നമ്മളെ ഷേക്കിലുണ്ടാവും. അപ്പോൾ കട്ടിലെ പാലാണ് ചേർക്കണമെങ്കിൽ ഐസ്ക്രീം പോലെ നമുക്ക് കുടിക്കാൻ പറ്റാത്ത മാതിരി ഒരു കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഷേക്ക് മാറും. അതുകൊണ്ട് നമുക്ക് ലൂസായ പാൽ വെച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഷേക്ക് ഇവിടെ റെഡി ആയി കേട്ടോ. പക്ഷേ തീർന്നിട്ടില്ല, അതിലൊരു സീക്രട്ടും കൂടി ചേർക്കാനുണ്ട്. ആദ്യം നമുക്കിതൊക്കെ ഒന്ന് ക്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാ ക്ലാസ്സിലേക്കും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ സീക്രട്ട് ചേർത്താലോ. അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് ബൂസ്റ്റാണ്. കുറച്ച് ബൂസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. കാണാനൊരു ഭംഗിയേക്കാരം, അതുപോലെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് ചേച്ചി ഇനി ഒന്ന് കുടിച്ചു നോക്കുകയാണ്. വളരെ ടേസ്റ്റുള്ള ഷേക്കാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഷേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതിപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ.